ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈസി അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള വിശദമായ വിവരങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് വിദ്യാർത്ഥികൾ പ്രധാനമായിട്ട് ഈ പറയുന്ന ആർമിയിലേക്കൊക്കെ കടന്നു വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അല്ലേ. അതേപോലെ തന്നെ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുടെ ഒരു സ്വപ്നമാണ് ഈ പറയുന്ന ആർമിയിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത്. അപ്പോൾ അവരെല്ലാം പ്രധാനമായിട്ട് ഇൻക്വയറി ചോദിച്ചിട്ടുണ്ടായ കാര്യമാണ് സിലബസ് എന്ന് പറയുന്നത് അല്ലേ. പറയുന്ന സിലബസ് അടിസ്ഥാനപ്പെടുത്തി പരീക്ഷകൾ ജയിച്ചാൽ മാത്രമേ പിന്നെ അങ്ങോട്ടുള്ള സ്റ്റേജുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കടക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പ്രധാനമായിട്ട് 4 പ്രധാനപ്പെട്ട സ്റ്റേജുകളാണ് എന്ത് ചെയ്യുന്നത് ഒരു ആർമി റിക്രൂട്ട്മെന്റിനുള്ളതെന്നുള്ളതാണ് അല്ലേ. അതെന്ന് പറയുന്നത് അതിന്റെ CE എക്സാം ആണ്. അതായത് ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം ഉണ്ട് അതിന് അല്ലേ. അപ്പൊ അത് പാസ്സാവുന്ന ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് ഫിസിക്കലിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നത്, അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നത്. അതിനുശേഷമാണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട് അല്ലേ. അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഇത് അടുത്തിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സംവിധാനമാണ് ഈ പറയുന്ന അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ്. അതിന് തൊട്ട് മുമ്പ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൽ മാത്രമായിരുന്നു. എന്നാൽ അതിപ്പോൾ എന്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഇന്ത്യൻ ആർമിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആണല്ലോ. അപ്പൊ ആദ്യം തന്നെ എക്സാം, അതിനുശേഷം ഫിസിക്കൽ, അതിനുശേഷം ഈ പറയുന്ന അഡാപ്റ്റബിലിറ്റി, അതിനുശേഷം മെഡിക്കൽ, പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ഈ പറയുന്ന ആർമിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അല്ലേ. അപ്പൊ അത്തരത്തിൽ ഈ പ്രോസസ്സിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് ഈ പറയുന്ന CE എക്സാം എന്നുള്ളതാണ്. അത്യാവശ്യം പറയുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന +2ലും 10ലൊക്കെ നല്ല ബേസുള്ള വിദ്യാർത്ഥികൾക്ക്, അതേപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഒക്കെ എഴുതി പരിചയമുള്ള കുട്ടികൾക്ക് അതെ പ്രധാനമായിട്ടും പല കുട്ടികളും എക്സാമിനേഷൻ എഴുതി തുടങ്ങുന്നത് തന്നെ ഈ പറയുന്ന ആർമിയുടെ എക്സാമിനേഷൻസ് ആണ് അല്ലേ. അപ്പോൾ അവർക്ക് എന്തിനു വേണ്ടി തീർച്ചയായിട്ടും ഈ പറയുന്ന ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമിനേഷൻ അങ്ങനെ വലിയ ഒരു വാലി കയറാൻ വലയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷെ അത്യാവശ്യം നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ പഠിച്ചാൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ കൂടിയാണ് ആർമിയുടെ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന രീതിയിൽ ജോലി കിട്ടി പോകുന്നതും ഈ അഗ്നിവീറിന്റെ എക്സാമിനേഷൻ എഴുതി തന്നെയാണ് അല്ലേ. അപ്പം ഈ പറയുന്ന 2026 നമ്മുടെ ആർമി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന അവരുടെ സിലബസ് ആണ്. സിലബസ് നമുക്ക് നോക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അത് നോക്കിയേ, പ്രധാനമായിട്ടും സോൾജിയർ ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ GDയിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന സിലബസിന്റെ പാറ്റേൺ ആണത്. ഓക്കെ, അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ജനറൽ നോളജ് കാണാൻ വേണ്ടി പറ്റും. ആകെ 15 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് അതിനകത്തുള്ളത്. ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതം, മൊത്തത്തിൽ 30 മാർക്കാണ് എന്ത് ചെയ്യുന്നത് ജനറൽ നോളജിൽ നിന്ന് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. ഓക്കെ, അതുകൂടാതെ തന്നെ ഈ പറയുന്ന രീതിയിൽ ജനറൽ സയൻസിന് 20 ചോദ്യമാണ് ഉള്ളത്. അതായത് ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതം 40 മാർക്ക്. മാത്സിന് 15 മാർക്കിനാണ് എന്ത് ചെയ്യുന്നത് മാത്സിന് ചോദ്യം വരുന്നത്. മാത്സിൽ 30 മാർക്കാണ് എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത്. അതായത് 2 മാർക്ക് വീതം, അതായത് ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ കൂട്ടുകയാണെങ്കിൽ ഏകദേശം 50 അല്ലെ, 50 ചോദ്യവും 100 മാർക്കിനുമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പൊതുവെ അതിനകത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പാസ് മാർക്ക് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ ടെസ്റ്റിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള പാസ് മാർക്കായിട്ട് വരുന്നത് 32 മാർക്കാണ്. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് NCC C സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു എക്സാമിഷൻ ഉണ്ട്. എക്സാമിഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ അത്യാവശ്യം കുറച്ച് മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ റിട്ടേൺ എക്സാമിനേഷൻസിന് എന്ത് ചെയ്യും നിങ്ങൾക്ക് ലഭ്യമാകുന്നുള്ളതാണ്. അതിപ്പോൾ ആർമി ആയാലും നേവി ആയാലും എയർഫോഴ്സ് ആയാലും തന്നെ ഈ NCC C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, ABSC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് പൊതുവെ ഈ പറയുന്ന റിട്ടേൺ എക്സാമിനേഷൻസിന് എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് മാർക്ക് ലഭിക്കാറുണ്ട്. പൊതുവെ C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് നല്ലൊരു മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ NCSയിൽ ഉള്ളവര് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്യുക, പോയി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ കാണാൻ പറ്റുന്ന ജനറൽ നോളജ് ആണ്. അതായത് നമ്മൾ തൊട്ടുപോയി പറഞ്ഞ 15 മാർക്കിന്റെ ജനറൽ നോളജ്, അതിനകത്ത് അബ്രിവേഷൻസ് ഉണ്ട്. അതായത് ഇന്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് UN ആണ്, യുണൈറ്റഡ് നേഷൻസ് എന്നുള്ളതാണ്. അതേപോലെ ഈ പറയുന്ന രീതി CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന അബ്രിവേഷൻസും അതേപോലെ അതിന്റെ ഈ പറയുന്ന ഫുൾ ഫോം എന്തെല്ലാം ചോദിക്കാറുണ്ട്. രണ്ടാമത് സ്പോർട്സിൽ നിന്നാണ്. അത് സ്പോർട്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന F1 ആവാം, അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ വെമ്പിൾഡൺ ട്രോഫീസ് ആവാം, അല്ലെങ്കിൽ പറയുന്ന ക്രിക്കറ്റ് ആവാം, ഫുട്ബോൾ ആവാം അല്ലെ, ബാഡ്മിന്റൺ ആവാം, ഏതുമാകാം ഈ പറയുന്ന സ്പോർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ ഇന്റർനാഷണൽ സ്പോർട്സിനെ കുറിച്ചും ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ അവാർഡ്സ് ആൻഡ് പ്രൈസസ് പ്രധാനമായിട്ടും ലഭിക്കാറുള്ള ഈ പറയുന്ന നാഷണൽ അവാർഡ്സ്, ഗാലൻട്രി അവാർഡ്സ്, നോബൽ പ്രൈസസ്. അതിനകത്ത് ഈ പറയുന്ന ഗാലൻട്രി അവാർഡ്സ് പൊതുവെ ചോദിക്കാറുള്ളതാണ്. കാരണം ആർമിയായിട്ട് ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഗാലൻട്രി അവാർഡ്സ് ഈ പറയുന്ന സൈനിക ബഹുമതികളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പൊതുവെ ചോദിക്കാറുണ്ട്. അതായത് അതിവിശിഷ്ട സേവാ മെഡല്, വിശിഷ്ട സേവാ മെഡല്, അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ അശോക് ചക്ര, കീർത്തി ചക്ര, ശൗര്യ ചക്ര പോലുള്ള പ്രധാനപ്പെട്ട ഈ പറയുന്ന ഗാലൻട്രി അവാർഡ്സ് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലെ. പിന്നെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഹിസ്റ്ററിക്ക് അത് പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ അല്ലെ, യുദ്ധങ്ങൾ പ്രധാനമായിട്ട് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, ഇന്ത്യൻ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മിഡീവൽ, അതേപോലെ തന്നെ ഈ പറയുന്ന ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ചോദിക്കാറുണ്ട്. അതായത് നാഷണൽ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഹിസ്റ്ററി എന്നുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വരാറുണ്ട്.
ജോഗ്രഫി ഭാഗം നോക്കുകയാണെങ്കിൽ സോളാർ സിസ്റ്റം അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ സൗരയുദ്ധയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ ഈ എർത്തിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പീക്സുകൾ, അതെല്ലാം പൊതുവെ എന്തെങ്കിലും ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഈ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ലേക്സ്, അതേപോലെ തന്നെ ഈ പറയുന്ന റിവേഴ്സ്, അതേപോലെ തന്നെ ഓഷ്യൻസ് ഒക്കെ പൊതുവെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സിനകത്ത് വരുന്നതാണ്. മൗണ്ടെയിൻസ് ഒക്കെ ഫിസിക്കൽ ഫീച്ചേഴ്സിനകത്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ പറയുന്ന പ്രിൻസിപ്പൾ ആയിട്ടുള്ള പീക്കുകൾ, അതായത് പ്രധാനപ്പെട്ട കൊടിമുടികൾ, അതായത് പിന്നെ ഈ പറയുന്ന അതേപോലെ ഡെസേർട്ടുകൾ, അതേപോലെ തന്നെ ലേക്സ്, വാട്ടർഫോൾ എല്ലാം എന്ത് ചെയ്യും ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ടെർമിനോളജി പ്രധാനമായിട്ട് ഈ പറയുന്ന ജോഗ്രഫിക്കൽ ടേംസ്, എക്കണോമിക് ടേംസ്, ആസ്ട്രോണമിക്കൽ ടേംസ് ഒക്കെ ഇതിനുകൊണ്ട് ചോദിക്കാറുള്ളതാണ്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ്, അതേപോലെ തന്നെ ഇന്ത്യൻ ആംഡ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഈ അടുത്ത കറണ്ട് അഫയേഴ്സുകൾ ഭാഗങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ഇന്ത്യൻ ടൗണുകൾ, സ്റ്റേറ്റുകൾ, യൂണിയൻ ടെറിട്ടറീസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻസ്, ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്, പ്രധാനപ്പെട്ട ഈ നമ്മൾ ഇപ്പോൾ ഹോളിയും അതേപോലെ പ്രധാനപ്പെട്ട ദസറയൊക്കെ ആഘോഷിക്കാറില്ലേ, അപ്പോൾ അതേപോലെയുള്ള കുറച്ച് ഫെസ്റ്റിവൽസ്, ഇന്ത്യൻ ന്യൂസ് ഏജൻസീസ് ആൻഡ് ഡെലീറ്റ്സ്, അതേപോലെ തന്നെ കോണ്ടിനൻസ്, സബ് കോണ്ടിനൻസ്, ഇന്റർവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ്, എൻവയോൺമെന്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭരണഘടനയോട് ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും ഇതിനകത്ത് വരുന്നതാണ്. അടുത്തൊരു കാര്യം നോക്കുക, പ്രധാനപ്പെട്ട റിലീജിയസ് കമ്മ്യൂണിറ്റീസ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റിലീജിയസ് കമ്മ്യൂണിറ്റീസ്, ഈ പറയുന്ന ബുദ്ധന്, ജൈനന്, പാഴ്സി, സിഖ്, അതേപോലെ തന്നെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഈ പറയുന്ന വിഭാഗത്തിലുള്ള ആളുകൾ അവരുടെ പ്രധാനപ്പെട്ട അവർ ഫോളോ ചെയ്യുന്ന ലാംഗ്വേജസ്, ഹിന്ദു ആണ് സാൻസ്ക്രിറ്റോ അല്ലെങ്കിൽ പറയുന്ന ദ്രാവിഡിയൻ ഭാഷകളാവാം, മുസ്ലിങ്ങളാണ് ഈ പറയുന്ന അറബി ഭാഷകളാവാം, ക്രിസ്ത്യൻസ് ആണ് ഈ പറയുന്ന രീതിയിൽ എന്താണ് സുറിയാനിയോ അങ്ങനെ ഈ പറയുന്ന രീതിയിൽ അരാമിക്കോ പറയുന്ന ഭാഷകളാവാം, ബുദ്ധിസ്റ്റുകളാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്താണ് പാലി ആവാം, ജൈനന്മാരാണെങ്കിൽ പ്രാകൃത ആകാം, അല്ലെ. ഇപ്പം പല ഭാഷകൾ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ മതമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളൂ. അപ്പൊ അതെന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഹീബ്രു ഭാഷ, ഈ പറയുന്ന ജൂതന്മാർക്ക് ഹീബ്രു ഭാഷ, അപ്പൊ അതേപോലെ തന്നെ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഡേയ്സ് നോട്ട് ചെയ്ത് വെക്കണം. പ്രധാനമായിട്ട് വരുന്ന ദേശീയ ദിനങ്ങൾ, പറയുന്ന ദേശീയ ദിനങ്ങളോട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ ബുക്സ് ആൻഡ് ഓതേഴ്സ്, പുതുതായിട്ട് ഇപ്പൊ രീതിയിൽ പ്രധാനപ്പെട്ട ഓതേഴ്സും അതേപോലെ ബുക്സ് ഒക്കെ എന്ത് ചെയ്യണം നോക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട പ്ലാന്റ്സും ആനിമൽസുമായിട്ട് ബന്ധപ്പെട്ട ഈ പറയുന്ന ബോട്ടണിയുടെ ഭാഗത്തൊക്കെ ചില ചോദ്യങ്ങളൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് എന്ത് ചെയ്യാൻ നോക്കി വെക്കാം. അതേപോലെ തന്നെ WHO, അതേപോലെ തന്നെ മറ്റൊരെന്ന് പറയുന്നത് ഹൂസ് ഹൂ എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന പുതുതായിട്ട് സ്ഥാനം വേണ്ടിയിട്ടുള്ള ആളുകൾ, അല്ലെ അല്ലെ, അത് തന്നെയാണ് അല്ലെ, പുതുതായിട്ട് സ്ഥാനം വേണ്ടിയിട്ടുള്ള ആളുകൾ, പുതിയ സ്ഥാനങ്ങളിൽ ഇപ്പോൾ വന്നിട്ടുള്ള ആളുകൾ, സ്ഥാനം ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ആളുകൾ, അല്ലെ. പറഞ്ഞ ഇപ്പം സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പറയുന്ന പുതിയ ചീഫ് ജസ്റ്റിസ് ആയിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞ ഡിഫൻസ് അക്കൗണ്ടന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ ഡിഫൻസുമായി ബന്ധപ്പെട്ട അഡ്മിറൽസ്, അല്ലെങ്കിൽ മേജർ ജനറൽസ്, അല്ലെങ്കിൽ പറയുന്ന ജനറൽമാർ ആരെല്ലാമാണ്, CDS ആരെല്ലാമാണ്, അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ അഡ്മിറൽമാർ ആരെല്ലാമാണ്, വൈസ് ചീഫ് എയർ അല്ലെങ്കിൽ എയർ മാർഷൽമാർ ആരെല്ലാമാണെന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ജനറൽ സയൻസ് വിഭാഗത്തിൽ പ്രധാനമായിട്ട് ഈ പറയുന്ന ടെക്നിക്കൽ വിഭാഗത്തിൽപ്പെടുന്നവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ ജനറൽ സയൻസ് എന്നുള്ള ചോദ്യങ്ങൾ പൊതുവെ വരാറ് ഹ്യൂമൻ ബോഡിയായിട്ട് ബന്ധപ്പെട്ട് ഫുഡ്, ന്യൂട്രീഷൻ, പ്രിവെൻഷൻ, വിറ്റാമിൻസ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. മെഡിക്കൽ ടേം, സയന്റിഫിക് ടേം, സയന്റിഫിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ, അതായത് ഈ പറയുന്ന പാർക്ക് ആയിക്കോട്ടെ, അതേപോലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് TIFR ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസുകളായിക്കോട്ടെ, അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് ആയിക്കോട്ടെ, അല്ലെ. അതേപോലെ തന്നെ ഒരുപാട് ഈ പറയുന്ന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ത്യയിൽ ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്, അല്ലെ. അത് എവിടെയാണ്, അതിന്റെ ആസ്ഥാനം എവിടെയാണ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതേപോലെ തന്നെ ഈ പറയുന്ന ന്യൂമറിക്കൽ എബിലിറ്റി കണക്കിലേക്ക് വരികയാണെങ്കിൽ പൊതുവെ ഈ പറയുന്ന രീതിയിൽ ന്യൂമറിക്കൽ എബിലിറ്റിയോട് ബന്ധപ്പെട്ട് കുട്ടികളുടെ ഈ പറയുന്ന ചോദ്യങ്ങൾ പൊതുവെ എന്ത് ചെയ്യുന്നുണ്ട് വരാറുള്ളതാണ്. അതേപോലെ തന്നെ അരിത്തമെറ്റിക് ഭാഗങ്ങൾ, HCF, LCM, ഡെസിമൽ ഫ്രാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട, സ്ക്വയർ റൂട്ടുകളോട് ബന്ധപ്പെട്ട, പെർസെൻറ്റേജോട് ബന്ധപ്പെട്ട, ആവറേജോട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ എന്തുണ്ട് വരാറുണ്ട്. അതായത് ഒരു 10ാം ക്ലാസ് +2 ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യം പാറ്റേൺ ആയിരിക്കും വരിക. അൽജീബ്രയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ബേസിക് ഓപ്പറേഷൻസ്, ഈ പറയുന്ന ലസാഗുസാഗ എന്ന് പറയാൻ നമ്മുടെ LCF സംവിധാനമുണ്ടല്ലോ, അതൊക്കെ തന്നെയാണ്. അൽജീബ്രയ്ക്കകത്ത് പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് പൊതുവെ വരാറുണ്ട്. ഈ പറയുന്ന -p + - b² - 4ac/2 എന്ന് പറഞ്ഞാൽ പഠിക്കാറില്ലേ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ബന്ധപ്പെട്ട സൊല്യൂഷൻസ് കണ്ടെത്തുന്ന ഇക്വേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ പൊതുവെ ചോദിക്കാറുള്ളതാണ്. അതേപോലെ ജോമെട്രിയിൽ നിന്നും ലൈന്, നമ്മുടെ ഈ പറയുന്ന സ്ലോപ്പുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ കണ്ടുവരാറുണ്ട്. ലൈൻസ്, ആംഗിൾസ്, ട്രയാംഗിൾസ്, അതിന്റെ ഏരിയാസ്, അതേപോലെ ക്വാഡ്രിലാറ്ററൽസ്, പാരലോഗ്രാംസ്, സർക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട ജോമെട്രിയുടെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. മെൻസുറേഷനായിട്ട് ബന്ധപ്പെട്ട ഈ പറയുന്ന ഏരിയ, പെരിമീറ്റർ, റെക്ടാങ്കിളിന്റെ ആയിക്കോട്ടെ, പാരലോഗ്രാം ആയിക്കോട്ടെ, സർക്കിൾ ആയിക്കോട്ടെ, അതിന്റെ വോളിയം, സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ, അല്ലെ. അതുപോലെ തന്നെ പറഞ്ഞ ക്യൂബോയിഡിന്റെ ഏരിയ കാണാൻ, അല്ലെങ്കിൽ പറഞ്ഞ വോളിയം കാണാൻ, അത്തരത്തിലുള്ള മെൻസുറേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇത്രയാണ് ഒരു ഏകദേശം ഒരു ഐഡിയ എന്ന് പറയുന്നത്, സിലബസുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം ഒരു ഐഡിയ എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം അറിയേണ്ടത്, ഈ പറയുന്ന ഓരോ വിഭാഗത്തിൽ പെടുന്ന ആളുകൾ, അതായത് ഈ പറയുന്ന GD ജനറൽ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടെക്നിക്കലിന് വേണ്ടിയിട്ട്, സ്റ്റോക്ക് കീപ്പറിന് വേണ്ടിയിട്ട്, ട്രേഡ്സ്മാന് വേണ്ടിയിട്ട്, ഇതൊന്നും അല്ലെങ്കിൽ ഈ പറയുന്ന വുമൺ പോലീസ്, സ്ത്രീകൾക്ക് ഈ പറയുന്ന രീതിയിൽ ആർമിയിലേക്ക് പ്രവേശിക്കും. പ്രധാനമായിട്ട് ഈ പറയുന്ന വുമൺ മിലിറ്ററി പോലീസിലേക്കാണ് എന്ത് ചെയ്യുന്നത്, അവർ പ്രവേശനം തുടങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തില് ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലേക്ക് GDയിലേക്ക് എഴുതുന്നവർക്ക് പ്രധാനമായിട്ട് 50 ചോദ്യം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇവർക്കെല്ലാം തന്നെ 50 ചോദ്യത്തിനകത്താണ് അത് വരാറ്. 100 ചോദ്യമാണ്, 100 മാർക്കിനാണ് എക്സാം.
അപ്പം അതിനകത്ത് എല്ലാവരും നോക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ പറഞ്ഞ ജനറൽ ഡ്യൂട്ടിയിലേക്കാണ് നിങ്ങൾ അപേക്ഷ അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 4 കാര്യങ്ങളും പൊതുവെ ഉണ്ടാകാറുണ്ട്. ഈ പറഞ്ഞ ലോജിക്കൽ റീസണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഈ പറയുന്ന ഫോട്ടോസ് ഒക്കെ തന്നിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ചില ABCD എന്നൊക്കെ തന്നതിന് ശേഷം ഈ പറയുന്ന ഡിസൈൻ ഓർഡർ തെറ്റി ചെയ്തതിനു ശേഷം പ്രധാനമായിട്ട് കോഡ് ഡീകോഡിങ്, സീറ്റിംഗ് അറേഞ്ച്മെന്റുകൾ അല്ലെ വെൻ ഡയഗ്രാംസ് ഒക്കെ തന്നിട്ട് അതിനകത്ത് തിരഞ്ഞെടുക്കാനുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് കൺക്ലൂഷൻസ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ലോജിക്കൽ റീസണിങ്ങിനകത്ത് വരുന്നത്. ഓക്കെ, അത്യാവശ്യം എല്ലാവർക്കും തന്നെ ഈ പറഞ്ഞ ലോജിക്കൽ റീസൺസ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞതിനോടൊപ്പം തന്നെ ലോജിക്കൽ റീസണിംഗ് കൂടെ വന്നു കഴിഞ്ഞാൽ ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ സിലബസ് അവിടെ കംപ്ലീറ്റ് ആവും. ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് എഴുതുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ജനറൽ നോളജ് റീസണിങ്ങും കൂടാതെ തന്നെ അല്ലെങ്കിൽ മാത്സും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയിൽ നല്ലൊരു അറിവ് ഉണ്ടായിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വരും. കാരണം നിങ്ങൾ ആർക്കറിയാം ടെക്നിക്കൽ വിഭാഗത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട അറിവ് നിർബന്ധമാണല്ലോ. അപ്പോൾ കെമിസ്ട്രി ഫിസിക്സ് വിഭാഗത്തിൽ പെടുന്ന ചോദ്യങ്ങളോട് എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. ക്ലർക്ക്, സ്റ്റോർ കീപ്പർ, ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് അയക്കുന്നവരാണെങ്കിൽ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ, ടെക്നിക്കൽ നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ഒരു വിഭാഗത്തിലേക്ക് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ജനറൽ നോളജ്, ജനറൽ സയൻസിനോടൊപ്പം തന്നെ മാത്സും കമ്പ്യൂട്ടർ സയൻസും ജനറൽ ഇംഗ്ലീഷും ജനറൽ ഇംഗ്ലീഷും എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. മാത്സും കമ്പ്യൂട്ടർ സയൻസും ജനറൽ ഇംഗ്ലീഷും ആർക്ക്? സ്റ്റോർ കീപ്പർ ആൻഡ് ടെക്നിക്കൽ ആൻഡ് ക്ലർക്ക് വിഭാഗത്തിൽ പെടുന്നു. ക്ലർക്ക് പൊതുവെ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്ന സമയങ്ങളിൽ ഈ പറയുന്ന ഇംഗ്ലീഷും കമ്പ്യൂട്ടർ സയൻസ് എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ അല്ലെ? ക്ലർക്ക് വിഭാഗത്തിൽ പെടുന്നവർക്ക്. ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് അയക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പൊതുവെ ഈ പറയുന്ന രീതിയിൽ ലോജിക്കൽ റീസണിംഗ്, മാത്സ്, ജനറൽ സയൻസ് ഈ പറയുന്ന ഭാഗങ്ങൾ, അതായത് നമ്മൾ GD എന്തൊക്കെ പഠിക്കുന്നുണ്ടോ അതേ സംവിധാനം നിങ്ങൾ എന്തിനു പഠിച്ചാൽ മതി? ഈ പറയുന്ന ട്രേഡ്സ്മാന് പഠിച്ചാൽ മതി. അതേപോലെ തന്നെ GD വുമൺ പഠിക്കുന്ന ആളുകൾ, GD വുമൺ അതായത് ഈ പറയുന്ന വുമൺ മിലിറ്ററി പോലീസിലേക്ക് പഠിക്കുന്നവർക്കും ഇതേ ഒരു സിലബസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സിലബസിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ നോട്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അതേപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ അവരുടെ സിലബസ് 2026 അവരുടെ സിലബസ് അവർ ഓൾറെഡി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് നോക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതേപോലെ സേനയിലേക്ക് കയറാൻ വേണ്ടി തൽപരരായിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും നല്ലൊരു അവസരം കൂടിയാണിത്. കാരണം ഒരുപാട് പേര് ഈ പറയുന്ന രീതിയിൽ അഗ്നിവീർ വഴി കയറിയ അവർ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോഴും സേവനം അനുഷ്ഠിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഒരു 10+ കഴിഞ്ഞിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒന്നും കൂടിയാണ് ആർമിയുടെ. പിന്നെ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക. അപ്പോൾ അതും കൂടെ വെച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അപേക്ഷകൾ അയക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ പറയുന്ന രീതിയിൽ ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ഈ പറയുന്ന രീതിയിൽ ആർമിയുടെ ഈ പറയുന്നതിലേക്ക് കയറുക, അല്ലെങ്കിൽ പറയുന്ന ഇന്ത്യൻ ആർമഡ് ഫോഴ്സിലേക്ക് എന്ത് ചെയ്യുക? സേവനം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് അല്ലെ? മറ്റു രാജ്യങ്ങളുടെ കൂട്ടല്ല. ഇന്ത്യയിലെ പറയുന്ന യുവാക്കളെ പൊതുവെ പറയുന്ന മറ്റു രാജ്യങ്ങളുടെ നിർബന്ധിത സൈനിക സേവനത്തിലേക്ക് വിടേണ്ട ഒരു ആവശ്യമില്ല അല്ലെ? ഇന്ത്യക്ക് പറയുന്ന രീതിയിൽ നിർബന്ധിത സൈനിക സേവനത്തിലേക്ക് വിട്ട് ആർമിയിലേക്ക് ആളെ എടുക്കേണ്ട ഒരു ആവശ്യം ഇന്ത്യക്കില്ല. കാരണം ഈ പറയുന്ന ഇന്ത്യയുടെ യുവജനങ്ങളെല്ലാം തന്നെ ആർമിയിലേക്ക് കയറാൻ അവർക്ക് എപ്പോഴും തൽപരരാണ്, അവരെപ്പോഴും അതിന് വേണ്ടിയിട്ട് നിൽക്കാറുണ്ടെന്നുള്ളതാണ് അല്ലെ? അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിൽ ആപ്ലിക്കേഷൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതേപോലെ പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ പറഞ്ഞ പുതിയൊരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് അഗ്നിവീർ 2026 നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ GD വേണ്ടിയിട്ട് ആയിക്കോട്ടെ, ടെക്നിക്കൽ ആയിക്കോട്ടെ, സ്റ്റോർ കീപ്പറിനായിക്കോട്ടെ, ക്ലർക്കിനായിക്കോട്ടെ, വുമൺ മിലിറ്ററി പോലീസിനായിക്കോട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ തസ്തികകളിലേക്ക് പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാം. ഇതിന്റെ ഭാഗമായിട്ട് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിട്ട് ടീച്ചിങ്ങും വീക്കിലി മോക്ക് ടെസ്റ്റുകളും എല്ലാ ആഴ്ചയും ടെസ്റ്റുകളും PYQ സെഷൻസും മെന്റർഷിപ്പ് സപ്പോർട്ടും എല്ലാം ഭാഗമായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തൊട്ട് താഴെ നമ്മൾ വിളിച്ച് എന്ത് ചെയ്യുക? കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം സേനകളിലേക്ക് തയ്യാറെടുക്കുന്ന ഭാവിയിലെ എല്ലാ സോൾജിയേഴ്സിനും ജയ് ഹിന്ദ്. വീണ്ടും കാണാം. ബൈ.